ഹലോ, ഇന്ന് ഞങ്ങൾ വർക്കല ക്ഷേത്രത്തിലേക്ക് പോകുകയാണ്. പതിവ് പോലെ തന്നെ ഇന്ന് ഒരുപാട് ലേറ്റായാണ് പോകുന്നത്. അവിടെ ചെന്നതും എഴുന്നള്ളത്ത് പോയി. ഏത് അമ്പലത്തിലാണെന്ന് അറിയത്തില്ല. പിന്നെ അമ്പലത്തിൽ കയറി നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചു. ചേട്ടന്റെ ഈ ഒരു നിൽപ്പ് ധനുസിനെ വേണ്ടി നിൽക്കുന്ന നിൽപ്പാണ് കേട്ടോ. എത്ര വിളിച്ചിട്ടും അടവുകൾ പറഞ്ഞിട്ട് ഒരു വിധത്തിൽ വരുന്നില്ല. അവസാനം തളർന്ന് ചേട്ടൻ അവിടെ പോയിരുന്നു. അടുത്തത് ഇനി എന്റെ യുദ്ധമാണ്. ഞാനും ധനുസും തമ്മിലുള്ള യുദ്ധം നടക്കാൻ പോവുകയാണ്. അങ്ങനെ പല അടവുകളും പറഞ്ഞത് പുള്ളിക്കാരി ഇറങ്ങി വരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇനി എന്തെങ്കിലും കഴിക്കണം. അങ്ങനെ നേരെ സുപ്രത ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു അമ്പലമുണ്ട്. ഈ അമ്പലത്തിന്റെ എഴുന്നള്ളത്താണ് പോകുന്നത്. അങ്ങനെ സുപ്രത ഹോട്ടലിലേക്ക് വന്നു. അമ്പലത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കയറത്ത് പോകത്തില്ല. ഒരു ചായെങ്കിലും കുടിക്കാൻ കയറും. പതിവ് പോലെ തന്നെ മസാല ദോശയാണ് ഓർഡർ ചെയ്തത്. ഏത് ഹോട്ടലിൽ പോയാലും ധനുസ് കഴിക്കുന്ന കാര്യത്തിൽ ഞാനും ധനുസ് അടികൂടാറുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ അതൊന്നുമില്ല. അവൾക്ക് ഇവിടുത്തെ മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾ ഇരുന്ന് കഴിച്ചോളൂ. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും പച്ചക്കറികളും മേടിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് ചേട്ടന് മൊബൈൽ ഷോപ്പിൽ കയറണമായിരുന്നു. ഈ വർക്കലയിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഇപ്പോഴാണ് ഇവിടെ ദേശീയ പതാക കാണുന്നത്. സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെയുള്ളൂ. അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.